സൂഫീലിയ എന്നൊരു കവിത. കയറും കൊണ്ടോടി അയാൾ, ആ തമാരേഷൻ ചേട്ടൻ, അന്നാട്ടിലെ ഇരുകാലി പ്രസവ സ്പെഷ്യലിസ്റ്റ്, മനുഷ്യക്കുഞ്ഞിന് ഒരു വയറ്റാറ്റി പോൽ. കയറും കൊണ്ടോടി അയാൾ, ആ തമാരേഷൻ ചേട്ടൻ, അന്നാട്ടിലെ ഇരുകാലി പ്രസവ സ്പെഷ്യലിസ്റ്റ്, മനുഷ്യക്കുഞ്ഞിന് ഒരു വയറ്റാറ്റി പോൽ. പണ്ടേ ഒരു പഴഞ്ചൊല്ല്, കാള പ്രസവിച്ചു എന്ന് കേട്ട ഉടൻ കയറെടുക്കരുത് എന്നതിന് അർത്ഥം ചിന്തിക്കാതെ എടുത്ത് ചാട്ടം പാടില്ല, ഇല്ലെങ്കിൽ പിന്നെ അബദ്ധം അനുഭവിക്കും. ചിന്തിക്കാതെ ഒന്നും പ്രവർത്തിക്കരുത് എന്നത് ഇതിൻ ഉപദേശം. പണ്ടേ ഒരു പഴഞ്ചൊല്ല്, കാള പ്രസവിച്ചു എന്ന് കേട്ട ഉടൻ കയർ എടുക്കരുത് എന്നതിന് അർത്ഥം ചിന്തിക്കാതെ എടുത്തു ചാട്ടം പാടില്ല, ഇല്ലെങ്കിൽ പിന്നെ അബദ്ധം അനുഭവിക്കും. ചിന്തിക്കാതെ ഒന്നും പ്രവർത്തിക്കരുത് എന്നതിന് ഉപദേശം. ഏതായാലും പ്രായം ഏറെ ആയ തമാരേഷൻ ചേട്ടൻ ഒരു നാൾ ഒരു മനുഷ്യ സ്ത്രീയുടെ പേര് എടുക്കാൻ നിർബന്ധിതൻ ആയി പഴയ ഒരു കാലത്ത് അന്നേ ആ ഗ്രാമത്തിൽ. ഏതായാലും പ്രായം ഏറെ ആയ തമാരേഷൻ ചേട്ടൻ ഒരു നാൾ ഒരു മനുഷ്യ സ്ത്രീയുടെ പേര് എടുക്കാൻ നിർബന്ധിതനായി പഴയ ഒരു കാലത്ത് അന്നേ ആ ഗ്രാമത്തിൽ. അവിടുത്തെ പ്രമുഖ വയറ്റാട്ടി പെണ്ണുമ്പിള്ള ഏതോ ഒരു പട്ടണത്തിൽ പോയതിനാൽ അല്ലേ തമാരേഷൻ ചേട്ടന് വയസ്സാൻ കാലത്ത് ഒരു ചെറുപ്പക്കാരിയുടെ പ്രസവം നോക്കേണ്ടി വന്നത്. ഏതായാലും പശുക്കിടാക്കളെ പരിപാലിച്ച് നല്ല തഴക്കവും പഴക്കവും ഒതുക്കവുമുള്ള തമാരേഷൻ ചേട്ടന് പ്രസവം ഒരു പുത്തിരി അല്ല. അവിടുത്തെ പ്രമുഖ വയറ്റാട്ടി പെണ്ണുമ്പിള്ള ഏതോ ഒരു പട്ടണത്തിൽ പോയതിനാൽ അല്ലേ തമാരേഷൻ ചേട്ടന് വയസ്സാൻ കാലത്ത് ഒരു ചെറുപ്പക്കാരിയുടെ പ്രസവം നോക്കേണ്ടി വന്നത്. ഏതായാലും പശുക്കിടാക്കളെ പരിപാലിച്ച് നല്ല തഴക്കവും പഴക്കവും ഒതുക്കവുമുള്ള തമാരേഷൻ ചേട്ടന് പ്രസവം ഒരു പുത്തിരി അല്ല. ഏതായാലും ആ സ്ത്രീ പ്രസവിച്ചു. ഉഗ്രനൊരു കാളക്കുട്ടിയായിരുന്നു അവരുടെ ജനിച്ച കുഞ്ഞ്. ഏതായാലും ആ സ്ത്രീ പ്രസവിച്ചു. ഉഗ്രൻ ഒരു കാളക്കുട്ടിയായിരുന്നു അവരുടെ ജനിച്ച കുഞ്ഞ്. എങ്കിൽ നാൽക്കാലി പ്രസവ വിദഗ്ധൻ ശ്രീ തമാരേഷൻ ചേട്ടൻ മേൽനോട്ടം വഹിച്ച ഒരു സ്ത്രീ ഗർഭത്തിന് സാക്ഷ്യം ഒരു നാൽക്കാലി മൃഗക്കുട്ടിയോ എന്ന് അറിഞ്ഞവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. എങ്കിൽ നാൽക്കാലി പ്രസവ വിദഗ്ധൻ ശ്രീ തമാരേഷൻ ചേട്ടൻ മേൽനോട്ടം വഹിച്ച ഒരു സ്ത്രീ ഗർഭത്തിന് സാക്ഷ്യം ഒരു നാൽക്കാലി മൃഗക്കുട്ടിയോ എന്ന് അറിഞ്ഞവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. ഒരു മനുഷ്യ സ്ത്രീക്ക് ജനിച്ചത് ഒരു നാൽക്കാലി മൃഗമോ? ഇതെങ്ങനെ? ഒരു മനുഷ്യ സ്ത്രീക്ക് ജനിച്ചത് ഒരു നാൽക്കാലി മൃഗമോ? ഇതെങ്ങനെ? അതല്ലേ തമാരേഷൻ ചേട്ടൻ്റെ കൈപുണ്യം. എങ്കിലും മനുഷ്യക്കുഞ്ഞിന് പകരം എങ്ങനെ ഒരു കാളക്കുട്ടി? അതല്ലേ തമാരേഷൻ ചേട്ടൻ്റെ കൈപുണ്യം. എങ്കിലും മനുഷ്യക്കുഞ്ഞിന് പകരം എങ്ങനെ ഒരു കാളക്കുട്ടി? എങ്കിൽ ഇത് തമാരേഷൻ ചേട്ടൻ കണ്ട അവസാന സ്വപ്നം. താൻ ഈ ലോകത്തോട് വിട പറയും മുന്നേ ഇക്കഥ വിളമ്പിയത് എന്നിരിക്കെ ഇതൊരു സൂഫീലിയ എന്ന മാനസിക അവസ്ഥ ഒരു ചെറുപ്പക്കാരന് മൃഗങ്ങളോടുള്ള ലൈംഗിക തൽപരത ഏതോ ഒരു സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത്. എങ്കിൽ ഇത് തമാരേഷൻ ചേട്ടൻ കണ്ട അവസാന സ്വപ്നം. താൻ ഈ ലോകത്തോട് വിട പറയും മുന്നേ ഇക്കഥ വിളമ്പിയത് എന്നിരിക്കെ ഇതൊരു സൂഫീലിയ എന്ന മാനസിക അവസ്ഥ ഒരു ചെറുപ്പക്കാരന് മൃഗങ്ങളോടുള്ള ലൈംഗിക താൽപരത ഏതോ ഒരു സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത്. ഇങ്ങനെ എന്തെല്ലാം ലൈംഗിക വൈകൃതങ്ങൾ മനുഷ്യന്മാരുടെ ഇടയിൽ അനുഭവം ഉണ്ട്. മനുഷ്യരുടെ ഓരോ ലൈംഗിക അസ്വസ്ഥതകളെ. ഇങ്ങനെ എന്തെല്ലാം ലൈംഗിക വൈകൃതങ്ങൾ മനുഷ്യന്മാരുടെ ഇടയിൽ അനുഭവം ഉണ്ട്.
മനുഷ്യരുടെ ഓരോ ലൈംഗിക അസ്വസ്ഥതകളെ